ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. കൊറോണയൊക്കെ ആയിട്ട് നമ്മൾ പലരും പല സ്ഥലത്തും പെട്ടുപോയി ഒരു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷനൊക്കെ ആയിരുന്നു. ഇപ്പോഴും പല സ്ഥലങ്ങളിലും ലോക്ക്ഡൗൺ ഒക്കെയാണ്. അപ്പം ഇതിനിടയിൽ ഓണവും വന്നെത്തി. പലർക്കും ഓണം ആഘോഷിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒന്നും അല്ല. എന്നാലും ഒരു കൊറോണയ്ക്ക് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. പറ്റുന്ന പോലെ എല്ലാ കൊല്ലത്തെ പോലെ നമ്മൾ ഇത്തവണയും ഓണം അടിച്ചു പൊളിച്ച് തന്നെ ആഘോഷിക്കുക. അതിന് കൊറോണയും തോറ്റു ഓണം ആഘോഷിക്കുന്ന കണ്ടിട്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പുളിയിഞ്ചിയും ഇഞ്ചിക്കറിയും. ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെയാണ് കൂടുതൽ ഇഞ്ചിക്കറി ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പം അവിടെയുള്ള ഒരു ഏകദേശം ആ ഒരു രൂപത്തിലാണ് നമ്മൾ ഇഞ്ചിക്കറി വെക്കുന്നത്. പക്ഷേ അവിടെ സദ്യക്ക് എന്ന് പറയാൻ സമയത്ത് മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്നതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ചേർക്കാതെ ഒരു ഇഞ്ചിക്കറിയും പിന്നെ പുളിയിഞ്ചി എന്ന് പറയുന്ന സമയത്ത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അല്ലേ. മലബാർ ഭാഗത്തുള്ള എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് പുളിയിഞ്ചി. അവിടേക്ക് എനിക്ക് തോന്നുന്നു ഇഞ്ചിക്കറി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അവിടെ എല്ലാ സദ്യക്ക് പുളിയിഞ്ചി ആയിരിക്കും ഉണ്ടാക്കുക. അപ്പം അത് നമുക്ക് എത്രയും പെട്ടെന്നല്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് പുളിയിഞ്ചിയും ഇഞ്ചിക്കറിയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ പുളിയിഞ്ചി വെക്കാനുള്ള പുളിയാണ് നമ്മൾ ആദ്യം റെഡിയാക്കാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 കപ്പ് പുളിയുടെ പൾപ്പാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് പുളി എടുത്ത് ചൂട് വെള്ളത്തിട്ട് കുതിർത്ത് ഒരു 2-3 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇതാണ് അതിൻ്റെ ഒരു പാകം. പൾപ്പ് ശരിക്കും നല്ല പൾപ്പാണ്, അധികം വെള്ളം ചേർക്കാത്ത നല്ല പ്യൂരി ഇങ്ങനെ എടുക്കണം. അതിനകത്തുള്ള ആ പുളിയുടെ ചണ്ടീന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആ തോട് വരുന്നത് എല്ലാം മാറ്റണം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. കൊത്ത് കംപ്ലീറ്റ് നമ്മളെടുത്ത് പിഴിഞ്ഞ് മാറ്റണം. നല്ല കറുത്ത പുളി, പഴകിയ പുളിയാണെങ്കിൽ കറുത്ത കളറിൽ കിട്ടും. അപ്പോൾ പുളിയിഞ്ചിക്ക് വേണ്ടിയിട്ട് ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏകദേശം 3 ടേബിൾ സ്പൂൺ അളവനാണ് വരുന്നത്. അതുപോലെ 6 പച്ചമുളക് നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു അച്ച് ശർക്കര, 2 തണ്ട് കറിവേപ്പില, കടുക്, കായം, ആവശ്യത്തിന് ഉപ്പ്, ഉലുവപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തുള്ള വെള്ളമൊക്കെ മാറുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ട് കടുക് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുക. എണ്ണയിൽ ഇങ്ങനെ മൂക്കുമ്പോൾ ഒരു സിറ്റുവേഷൻ
ഇഞ്ചി ഒരുപാട് മൂക്കണ്ട, ആ പച്ച മണം ഒന്ന് മാറിയാൽ മതി. ഇഞ്ചി നല്ലോണം കരിഞ്ഞു പോയാൽ കമർത്ത് വരും. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. 6 പച്ചമുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, എരിവിനനുസരിച്ച്. അത് നന്നായിട്ട് പച്ച മണം മാറുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ പുളിയുടെ പൾപ്പ്, ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ശർക്കര ചെറിയൊരച്ചാണ്. ഞാനിപ്പോൾ മുഴുവനാണ് ഇട്ടേക്കുന്നത്, പൊടിച്ചിട്ടാലും മതി. ഫ്ലെയിം കുറച്ച് വെക്കുക, ലോ ഫ്ലെയിമിൽ വെക്കുക, അപ്പം തന്നെ അങ്ങ് അലിഞ്ഞോളും. പൊടിച്ചിട്ടാലും മതിയാവും. ഇത് കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഒന്ന് കശക്കി അങ്ങിട്ട് കൊടുക്കുക. അപ്പം നല്ല മണം വരും കറിവേപ്പിലയുടെ. 2ആയിട്ട് മുറിച്ചിട്ട് കൊടുത്താലും മതിയാവും. കുറച്ച് അളവിനൊക്കെയാണ് പുളിയിഞ്ചി ഉണ്ടാക്കുന്നതെങ്കിൽ ശർക്കര പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ശർക്കര മുഴുവൻ ഇട്ടാലും അത് അലിഞ്ഞു ചേരാനുള്ളൊരു അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം ആയിരിക്കണം, അത് ശ്രദ്ധിച്ചോണം. കാരണം ഇഞ്ചിയാണ് അടിക്കി പിടിക്കും, ശർക്കര അലിഞ്ഞ് ചേർന്ന് വരണം. അതുകൊണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 നുള്ള് ഉലുവ വറുത്ത് പൊടിച്ച്, ഇത്രയും മതിയാവും. ഉലുവപ്പൊടി വറുത്ത് പൊടിച്ചതാണേ. അതുപോലെ തന്നെ ഇച്ചിരി കായം, രണ്ടും കൂടരുത്. കായവും കൂടാൻ പാടില്ല, ഉലുവപ്പൊടിയും കൂടാൻ പാടില്ല. നല്ല മണം. ഓക്കെ, ഇപ്പം നമ്മുടെ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി റെഡി ആയിരിക്കുന്നു. ഇതേ കണ്ടോ, നല്ല കറുത്ത കളറിൽ ശർക്കരയുടെയും കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇത്രയും മതിയാവും. ഈ ഒരു പാകത്തിൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം. പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് നമുക്ക് തൈരും കൂട്ടി ഒരു പിടി പിടിക്കാം. എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ. തൈരും കൂട്ടി ഒന്ന് പിടിച്ച് നമ്മുടെ ഇഞ്ചിപ്പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിക്കാം. സൂപ്പറാണ് കേട്ടോ, അടിപൊളി, ഒരു രക്ഷയില്ല. എന്തൊക്കെ കഴിച്ചാലും ഈ ഇഞ്ചിപ്പുളിയുടെയും തൈരും ചോറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഒന്നിനും വരത്തില്ല കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി.
അപ്പൊ നമ്മള് തിരുവനന്തപുരം മോഡല് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കണക്കുള്ള ഇഞ്ചി കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിലേക്ക് വേണ്ടത് ഇഞ്ചി വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. കുറച്ച് ചെറിയ ഉള്ളി, ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിക്ക് ഒരു 2 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പച്ചമുളക്, ചെറിയൊരു അച്ച് ശർക്കര, കായം, ഉലുവ വറുത്ത് പൊടിച്ചത്, കടുക്, ആവശ്യത്തിന് പച്ചമുളക്, പുളി വെള്ളത്തിൽ കുതിരാനിട്ട് ഓൾറെഡി വെച്ചേക്കുവാണ്. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിന്റെ കൊത്തൊക്കെ കളയണം. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ നല്ലെണ്ണയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. നല്ലെണ്ണയിൽ ഇഞ്ചിയും മുളകും ചെറിയ ഉള്ളിയും വറുത്തെടുക്കണം. കരിയാതെ വറുത്തെടുക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണയിൽ വറുത്തെടുത്താൽ മതി. ഒരുപാട് എണ്ണ വേണമെന്നില്ല. ഇത്ര എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ ഒരു 5-6 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള, സദ്യക്ക് വിളമ്പാൻ പാകത്തിനുള്ള ഇഞ്ചി കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 ചെറിയ ഉള്ളിയും 1 പച്ചമുളകും, ആ ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കണം. അപ്പൊ അതിനാവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കാൻ. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ഇഞ്ചി ഇട്ട് വറുത്ത് കോരാൻ പോവാണ്. നമ്മളിങ്ങനത്തെ സാധനങ്ങളൊക്കെ വറുക്കാനിടുമ്പം ചെറിയ ഫ്ലെയിമിൽ വെച്ച് അത് എണ്ണ ഒരുപാട് കുടിക്കും എന്ന് പറയും. അപ്പം നല്ല ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് വറന്ന് വരും, എണ്ണ അധികം കുടിക്കില്ല. ഓക്കെ, ഇതൊന്ന് മൂത്ത് വന്നു. ഇത് മതി, ഈ ഒരു സ്റ്റേജ് മതി. ഇനി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് കരിയാൻ പാടില്ല. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോരി നന്നായിട്ട് എന്നിട്ട് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തിടുവാണ്. അപ്പം എണ്ണയൊക്കെ അതിലോട്ടൊന്ന് പിടിക്കട്ടെ. നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി, സവാള അല്ല ചെറിയ ഉള്ളിയാണ്, ഞാൻ 2 ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അതും ഇതുപോലെ തന്നെ വറുത്തെടുക്കണം. അപ്പം ഉള്ളി നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചമുളകാണ് അടുത്ത് നമ്മുടെ പദ്ധതി. ഞാൻ 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ പച്ചമുളക് ആയിട്ടുണ്ട്. നമ്മളെല്ലാം കരിയാതെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വറുത്തെടുത്ത ഇഞ്ചി, ഉള്ളി, പച്ചമുളക് ഇത് മിക്സിയുടെ ജാറിലാക്കിയിട്ടുണ്ട്. ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കടുക്, ഞാനിത് താളിച്ചിട്ടാണ് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അവസാനം താളിക്കുകയും ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചെടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക.
ഇതിലേക്ക് ശർക്കര ഒരു ചെറിയൊരു അച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. എനിക്ക് മധുരം ഇഷ്ടമാണ്. പിന്നെ ഇതിലേക്ക് ഒരു ഇച്ചിരി മുളക് പൊടി, ഒരുപാട് വേണ്ട, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഇച്ചിരി കൂടെ ചേർക്കാം, ഞാൻ കുറഞ്ഞു പോയി എന്ന് തോന്നുന്നു. ഇനി നന്നായിട്ട് കുറുകി വരണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കുക. നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ അവസാനം ചേർക്കാം. ഈ ശർക്കരയൊക്കെ ഉരുകി ഒക്കെ വരുമ്പോൾ കറക്റ്റ് പാകത്തിന് നോക്കാൻ പറ്റുള്ളൂ. നല്ല ശർക്കരയാണെങ്കിലാണ് നമ്മളിങ്ങനെ പൊടിച്ച് ചേർക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ട് വേണം നമ്മളിങ്ങനെ ചേർക്കാൻ. ഇത് ഞങ്ങൾ മേടിച്ച നല്ല ശർക്കരയാണ്. ഞങ്ങൾ നേരത്തെ ചുക്ക് കാപ്പിക്കൊക്കെ ഉപയോഗിക്കുന്ന ശർക്കരയാണിത്. നല്ല ശർക്കരയാണ്, അത് പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. ഇനി നമുക്ക് ഒരല്പം ഉലുവാപ്പൊടി ചേർക്കാം. ഒരുപാട് ചേർക്കരുത്, ഇത്തിരി ചേർത്താൽ മതി. കാരണം ഉള്ളിയുടെ ആ ഒരു ഇഞ്ചിയുടെ ഒരു കമർപ്പുണ്ട്. ഉലുവാപ്പൊടി കൂടുതൽ ചേർത്താൽ കഴിക്കും. കുറച്ച് ഉലുവാപ്പൊടി, കായം ഒരു ഇച്ചിരി മതിയാവും. അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വാങ്ങി വെക്കുക. സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. ഈ ശർക്കരയും കൂടെ നമ്മൾ ചേർത്തേക്കുന്നതുകൊണ്ട് അത് ഇരുന്ന് നല്ല തണുക്കുമ്പോൾ ഇരുന്ന് നല്ല സെറ്റ് ആവും. നമ്മുടെ ഇലയിൽ വിളമ്പാന്നുള്ള പാകത്തിനാകും. ഓക്കെ, അപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിന്റെ പച്ചമണമൊക്കെ, മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്ത് മാറ്റുവാണ്. സദ്യയിലെ ഇത്രയും വിഭവങ്ങളൊക്കെ കാണുമ്പോൾ എന്നെ പോലെ തന്നെ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന്. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 3-4 മണിക്കൂറിന്റെ കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സദ്യ നമുക്ക് ആരെയും പേടിക്കേണ്ട, കൊറോണയും പേടിക്കേണ്ട, വളരെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഒന്നിനും പേടിക്കാതെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് സദ്യ ഉണ്ടാക്കി കഴിക്കാം. അപ്പം ഞങ്ങളുടെ ചാനലിലെ ഓണം സീരീസ് ഓരോ എപ്പിസോഡിലും വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിക്കുന്ന എല്ലാ വിഭവങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഓരോ എപ്പിസോഡും ഒന്നും വിടാതെ തന്നെ കാണുക. കണ്ടിട്ട് മാക്സിമം ഇതുവരെ ചെയ്തേക്കുന്ന പോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ.